എന്റെ സർട്ടിഫിക്കറ്റ് തരൂ. അതിനുശേഷം ഞാൻ ഈ വീട്ടിലേക്ക് കടക്കാൻ പാടില്ലെന്ന് നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് പ്രശ്നമില്ല. പക്ഷെ എന്റെ സർട്ടിഫിക്കറ്റ്സ് എനിക്ക് വേണം. അത് കിട്ടിയ പിന്നെ നിങ്ങളുടെ കൺമുന്നിൽ ഞാൻ ഒരിക്കലും വരില്ല. ചെറിയ കുഞ്ഞുങ്ങളെ വാശി പിടിച്ച് നിലവിളിക്കും പോലെ നിലവിളിച്ചാ നിന്റെ കാര്യങ്ങൾ നടക്കുന്നു വിചാരിച്ചോ? അരുൺ, ഇവളുടെ സർട്ടിഫിക്കറ്റ്സ്, ആധാർ കാർഡ്, പാൻ കാർഡ് തുടങ്ങിയ എല്ലാ ഡോക്യുമെന്റ്സ് എടുത്തോളൂ. നിന്നോട് ചെല്ലാനാ പറഞ്ഞു. രാജവേട്ട മതി, ഇങ്ങനെ ദേഷ്യപ്പെടാതെ. നീ മിണ്ടിപ്പോരുത്. ഇങ്ങത്താ വിടാനാ പറഞ്ഞേ. ഇത് എന്റെയാ, എനിക്ക് വേണം. അച്ഛാ പ്ലീസ്, എനിക്ക് എന്റെ സർട്ടിഫിക്കറ്റ്സ് വേണം. എനിക്ക് അങ്ങോട്ട് പോകണം അച്ഛാ. അച്ഛാ പ്ലീസ്. ഇതല്ലേ നിനക്ക് വേണ്ടത്? ഇത് വെച്ചല്ലേ നീ സ്വപ്നം കണ്ടതുപോലെ ജോലി ചെയ്ത് ജീവിക്കാൻ പോകുന്നത്? നിനക്ക് ഞാൻ 2 ഓപ്ഷൻസ്. ഈ സർട്ടിഫിക്കറ്റ്സ് നിനക്ക് വേണമെങ്കിൽ ഈ വീട്ടിൽ ഞങ്ങൾ പറയുന്ന പോലെ നീ ജീവിക്കണം. പകരം തിരിച്ച് ആ വീട്ടിലേക്ക് തന്നെ പോയി ആ റാസ്കലിന്റെ ഭാര്യയായിട്ട് ജീവിക്കാനാണ് തീരുമാനമെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ്സോ ID പ്രൂഫോ ഒന്നും ഇല്ലാതെ നീ അങ്ങോട്ട് മടങ്ങും. അച്ഛാ എന്തിനാ അച്ഛാ ഇങ്ങനെ കാണിക്കുന്നത്? ഈ സർട്ടിഫിക്കറ്റ്സ് ID പ്രൂഫ് ഇല്ലാതെ എങ്ങോട്ട് പോയിട്ട് എനിക്ക് ഒരു ഉപകാരവും ഇല്ല. ദയവ് ഇത് ഞാൻ പറയുന്നത് കേൾക്ക്. ഞാൻ അച്ഛന്റെ കാല് പിടിക്കാം. പ്ലീസ് അച്ഛാ, പ്ലീസ്. ഞാൻ പറയുന്നത് കേൾക്ക്. പ്ലീസ് പ്ലീസ് അച്ഛാ, ഞാൻ ഇനി വേറെ ഒന്നും ആവശ്യപ്പെടില്ല. കൊടുക്കരുത് രാജവേട്ട. നീ കഷ്ടപ്പെട്ട് പഠിച്ചതൊക്കെ ശരിയാ, പക്ഷെ നിന്നെ പഠിപ്പിച്ചത് ഞങ്ങളാ. ഞങ്ങളുടെ ഒന്നും ആവശ്യമില്ലാതെ ഉപേക്ഷിച്ച് പോകുന്നവൾക്ക് ഞങ്ങൾ പഠിപ്പിച്ച സർട്ടിഫിക്കറ്റ്സ് മാത്രം എന്തിനാ? അമ്മ ഇങ്ങനെ പറയല്ലേ അമ്മ, പ്ലീസ് അമ്മ. എന്റെ ക്ഷമയെ നീ ഒരുപാട് പരീക്ഷിക്കരുത്. ഞാൻ നിനക്ക് 5 മിനിറ്റ് സമയം തരാം. അതിനുള്ളിൽ നിനക്കൊരു തീരുമാനം പറയും. അമ്മ പ്ലീസ് അമ്മ, അച്ഛനോടൊന്ന് പറ. എനിക്കൊന്നും കേൾക്കണ്ട. പ്ലീസ് അച്ഛ, അതെനിക്ക് താ. ഞാൻ അതിട്ട് പോയിക്കോളാം. ഇനി ഒരിക്കലും നിങ്ങൾ ശല്യപ്പെടുത്തില്ല. നീ ഇവിടെ വന്നത് ഇത് വാങ്ങാൻ വേണ്ടി മാത്രമേ? നിന്റെ സർട്ടിഫിക്കറ്റ്സും ഡോക്യുമെന്റ്സും ഇതല്ലേ? ഇനി എങ്ങനെയാ നീ ഈ വീട്ടിൽ നിന്ന് പോകുന്നതെന്ന് എനിക്കൊന്ന് കാണണം. ഞാൻ ചത്തുപോയിന്ന് കണക്കാക്കിക്കോളാം. നിങ്ങൾ പലതവണ എന്നോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ പോലെ ക്രൂരായിട്ട് സംസാരിക്കാൻ എനിക്കറിയില്ല. പക്ഷെ ഒന്ന് ഞാൻ പറയാം, ഇനി മേലിൽ എനിക്ക് അച്ഛനോ അമ്മയോ ചേട്ടനോ ആരുമില്ല. ഞാൻ ഇനി മുതൽ ഒറ്റയ്ക്കാം. എനിക്കിനി സ്വന്തമോ ബന്ധമോ ഒന്നുമില്ല. ഇതെന്റെ ഭാവിയായിരുന്നു. ഇത് നിങ്ങൾ എന്റെ മുന്നിലിട്ട് കത്തിച്ചു കളഞ്ഞത്. വേറെ എന്ത് മറന്നാലും ഇത് ഞാൻ മറക്കില്ല. ഇതിന് ഞങ്ങൾക്ക് ഞാൻ ഒരു കാലത്ത് മാപ്പ് തരില്ല. ഇത് വെച്ച് ഞാൻ ജീവിക്കണമെന്ന് നിങ്ങൾ വിചാരിച്ചെങ്കിൽ അതിനർത്ഥം നിങ്ങൾ എന്നെ കൊന്നു കളഞ്ഞു വെച്ചാ. നിങ്ങൾ കത്തിച്ചു കളഞ്ഞത് ഈ സർട്ടിഫിക്കറ്റ് മാത്രമല്ല, എന്റെ സ്വപ്നങ്ങളും കൂടിയാ. ഇതിലും ഭേദം നിങ്ങൾ എന്നെ ജീവനോട് കത്തിച്ചു കളയുന്നായിരുന്നു. ഞാൻ പോവാ. ഇനി ഒരിക്കലും നിങ്ങൾ അന്വേഷിച്ച് ഞാൻ ഇങ്ങോട്ട് വരില്ല. നിന്നോട് ഇവിടുന്ന് പോവാൻ ആരാ പറഞ്ഞ? നിങ്ങളോട് ചോദിച്ചിട്ട് വേണം എനിക്ക് പോവാൻ. ഇങ്ങോട്ട് വരാമെങ്കിലേ എനിക്ക് പോവാനും അറിയാം. ഇനി നീ പോയിട്ട് എന്ത് ചെയ്യാനാ? എല്ലാം കത്തിപ്പോയില്ലേ? എനിക്ക് ഇനി എന്ത് ചെയ്യാനാവുന്ന ഞാൻ കാണിച്ചു തരാം. എന്നോട് ഇങ്ങനെ ചെയ്തു കൊടുത്ത് നിങ്ങൾ സങ്കടപ്പെടുന്ന ഒരു ദിവസം വരും. നോക്കിക്കോ, അന്ന് നിങ്ങൾ എന്നെ തടി വരും. ഈ വെണ്ണീരെടുത്ത് സൂക്ഷിച്ചു വെച്ചോ. നിങ്ങളായിട്ട് കൊന്നു കളഞ്ഞ മകളുടെ ചാരു എന്ന പേരിൽ ഒഴുക്കാൻ അവസാനം ഇതിരിക്കട്ടെ കയ്യില്. ഇനി എനിക്ക് സംസാരിക്കാൻ അതിരുകളുടെ പേടി വേണ്ടച്ച. ആ ഭയവും ബഹുമാനവും ഭക്തിയും ഇന്നത്തോടെ തീർന്നു. ഇത്ര നാൾ എനിക്ക് വീട് വിട്ടു പോയതിൽ കുറ്റബോധം തോന്നിയിരുന്നു. നിങ്ങളൊക്കെ നാണം കെടുത്തില്ലെന്നൊരു തോന്നലുണ്ടായിരുന്നു. ഇനി അതില്ല. ചെയ്തതിൽ എനിക്ക് തരുമ്പോ കുറ്റബോധം ഇല്ല. ഇത്രയും ക്രൂരായിട്ട് പെരുമാറുന്ന ഒരു കുടുംബത്തോട് ഞാൻ ചെയ്തത് ഏറ്റവും വലിയ ശരിയെന്നാ ഇപ്പൊ എന്റെ മനസ്സ് പറയുന്നത്. വായടക്കടി, കൈ നീട്ടി നിനക്ക് നന്നാക്കില്ല. നിങ്ങൾ ഇനി വേണ്ടി പോയത്. നിങ്ങളുടെ വാക്ക് വിശ്വസിച്ചാ ഞാൻ ഇവിടേക്ക് വന്നത്. സ്വന്തം മകളുടെ ഭാവി നശിപ്പിക്കാൻ നിങ്ങളെ കൂടി കൂട്ടുന്നല്ലോ നോർത്ത്. ഇനി നിങ്ങൾ ദുഃഖിക്കും. ഇല്ലടി, എത്ര പറഞ്ഞിട്ടും മനസ്സിലാവാത്ത നിന്നെ പോലെ ഒരുപോലെ പ്രസവിച്ചല്ലോ നോർത്ത്. എനിക്ക് നാണം തോന്നുന്നടി. അച്ഛന്റെ മുന്നിൽ ചെയ്ത വൃത്തികേടിനെ ന്യായീകരിക്കാൻ അത്രയ്ക്ക് തൊലിക്കെട്ടി വേണോടി. അച്ഛൻ ഞാൻ ചത്തുപോയവളായി. നിങ്ങൾക്ക് എന്നെ പെറ്റതിൽ നാണക്കേടും അല്ലേ മേ? ഇതേ വാ കൊണ്ട് നിങ്ങൾ എന്നെ പറ്റി മാറ്റി പറയും. ഞാൻ പറയിപ്പിക്കും. അതുവരെ ഈ വീട്ടിൽ ഞാൻ കാലുകുത്തില്ല. ഗുഡ് ബൈ. നിധി, മോളെ, നിധി നിക്ക്. നിധി, മോളെ, അമ്മയൊന്ന് പറയട്ടെ. നിധി, മോളെ, നിധി, നിക്ക്. മോളെ, നിധി, നിക്ക്. മോളെ, എടാ പോയി വിളിച്ചോണ്ട് വാ. ഓ നിധി, 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 നിധി. ഇവനെന്താ ഇവിടെ? തൊട്ട് വരണം പറഞ്ഞേ. ഇവന്റെ നാളെ കെട്ട കുടുംബത്തിലെ ആളുകൾ. അതെ, സ്വയം പ്രതാപികളെന്ന് അഭിമാനിക്കുന്ന നിങ്ങളുടെ കുടുംബത്തെക്കാൾ നന്മ അന്തസ്സും നിങ്ങൾ പറഞ്ഞ ഈ നാണം കെട്ട കുടുംബത്തിലുണ്ട്. അതെനിക്ക് മനസ്സിലായി. അതെങ്ങനെ നിങ്ങൾക്ക് അറിയാൻ പറ്റും? നിങ്ങൾ ഈ കുടുംബത്തിൽ ആളായി പോയില്ലേ? നിധി, നീ ഇട്ടറിഞ്ഞു പോകുന്നത് സ്വത്തും തറവാടത്വവും അന്തസ്സുമുള്ള ഒരു വലിയ കുടുംബത്തെയാണ്. കൂട്ടത്തിൽ എന്നെ പോലെ ഒരാളെ ഒരിക്കലെങ്കിലും നിനക്ക് ആലോചിച്ചു നോക്കൂടെ? ഇങ്ങനെ കരഞ്ഞോണ്ട് പറഞ്ഞാൽ ആരും ശ്രദ്ധിക്കും. ആ ബസ് സ്റ്റോപ്പിൽ കുറച്ചായിരിക്കാം. വാ ഇങ്ങോട്ട് ഇരുന്നു. ഞാൻ പോയി വെള്ളം വാങ്ങിയാ ഇരുന്നു. എടതി മുഖം ഒന്ന് കഴിക്കും. എന്താ എടുത്തിട്ടുണ്ടായത്? സർട്ടിഫിക്കറ്റ് അവിടെ തരില്ലെന്ന് പറഞ്ഞു. എന്റെ അമ്മയെടുത്തും കൂടി ചതിച്ചു. വീട്ടിൽ അവര് മാത്രമേ ഉള്ളൂ പറഞ്ഞാൽ എന്നെ വിളിപ്പിച്ച്. അവിടെ എല്ലാരും ഉണ്ടായിരുന്നു. അച്ഛനും ചേട്ടനും. കുറെ കഴിഞ്ഞപ്പോ അയാളും വന്നു. അത് ഞാൻ കണ്ടിരുന്നു. എന്നെ എന്തെങ്കിലും പറഞ്ഞ് അവിടെ വരുത്തി അവിടെ പിടിച്ചു വെക്കാൻ അവർ പ്ലാൻ ചെയ്ത്. അല്ലാതെ സർട്ടിഫിക്കറ്റ്സ് തരാനല്ല. ഞാനതിന് സമ്മതിക്കില്ലെന്ന് അറിഞ്ഞപ്പോ എന്റെ സർട്ടിഫിക്കറ്റ്സ് ID പ്രൂഫ് ഒക്കെ എന്റെ മുന്നിലിട്ട് അവർ കത്തിച്ചളഞ്ഞു. കരയിലെടുത്തി. എന്റെ വീട്ടുകാരെ ഞാൻ അത്രയും വിശ്വസിച്ചിരുന്നു. ദേഷ്യം കൊണ്ട് എന്തൊക്കെ പറഞ്ഞാല് എന്നെ കുറിച്ച് എന്റെ ഭാവിയെ കുറിച്ചും അവർക്കും കൺസേൺ ഉണ്ടാവും കരുതി. പക്ഷെ എന്റെ ജീവിതം കളഞ്ഞാലും വേണ്ടില്ല. അവരുടെ വാശി ജയിക്കണമെന്ന് അവർ. ഞാനെന്ന വ്യക്തി അവർക്ക് മുന്നിൽ ആരുമില്ലെന്ന്. അവർക്ക് അവരുടെ വാശിയും വൈരാഗ്യമാണ് വലുതെന്ന് എനിക്ക് മനസ്സിലായി. നീ എന്തിനാ കരയുന്ന? നീ കരയണ്ട. ഇല്ല, ഞാൻ കരയുന്നില്ല. നിനക്ക് വിശക്കുന്നില്ലേ? നമുക്ക് ഇതെല്ലാം കഴിക്കാം. ബിരിയാണി കഴിച്ചാലോ? ഈ കടയിലെ ബിരിയാണി നല്ലതാന്നാ പറയുന്നത്. ഞാൻ എന്താ റെഡി? 2 ചിക്കൻ ബിരിയാണി. അത് മതി. ഇവിടെ ഇടയ്ക്ക് വരാറുണ്ടോ? നല്ല കാര്യം. ഇതാ ഫസ്റ്റ് ടൈം. ഫസ്റ്റ് ടൈമോ? അച്ഛന് ഇവിടെ ഒന്നും വരാൻ ഇഷ്ടമല്ല.
വേണമെങ്കിൽ വീട്ടിലേക്ക് ഓർഡർ ചെയ്യും. അപ്പൊ ഹോട്ടലിലേക്കേ പോയിട്ടില്ലേ? അതൊക്കെ ഉണ്ട്. ഫാമിലി ആയിട്ട് പുറത്തു പോകുമ്പോ ചില ഹോട്ടലിലൊക്കെ കയറും. അപ്പൊ അച്ഛനും കൂടെ ഉണ്ടാവുമല്ലോ. അല്ലാതെ എവിടേക്കും വിടില്ല. കൂട്ടുകാരോടൊപ്പം കോളേജ് ക്യാൻറ്റീനിൽ കയറിയാൽ പോലും ഞാനത് അച്ഛനോട് പറയാറില്ല. ഫ്രീ ആയിട്ട് പോകാൻ പറ്റുന്ന 2 സ്ഥലമേ ഉള്ളൂ, കോളേജ് പിന്നെ അമ്പലം. ഉത്സവകാലത്താണെങ്കിൽ അച്ഛനോ ചേട്ടനോ ഇല്ലാതെ പോകാനും പാടില്ല. അത്രയൊക്കെ സ്ട്രിക്റ്റ് ആയിട്ടും എനിക്ക് അച്ഛനും ചേട്ടനും വലിയ കാര്യമായിരുന്നു. എല്ലാം ചെയ്യുന്നത് എന്റെ നന്മയ്ക്ക് വേണ്ടിയെന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷെ ഇന്ന് എനിക്കത് അങ്ങനെയല്ലെന്ന് മനസ്സിലായി. ലോകത്തൊരച്ഛനും ചെയ്യാത്ത കാര്യം എന്റെ അച്ഛൻ ചെയ്തത്. ചെറുപ്പത്തിലെ ക്ലാസ്സുകളിൽ ഫസ്റ്റ് വാങ്ങി വരുമ്പോ എന്നെ വാരിയെടുത്ത് ഉമ്മ വയ്ക്കാറുള്ള അച്ഛനാ ഇന്ന് എന്റെ സർട്ടിഫിക്കറ്റ് കത്തിച്ചു കളഞ്ഞെന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല. അവരെ എതിർത്ത് വീട് വിട്ടു പോകുന്നതില് എനിക്ക് നല്ല കുറ്റബോധം ഉണ്ടായിരുന്നു. ഒരുപാട് രാത്രികളില് ഞാൻ അതോർത്ത് കരഞ്ഞിട്ടുമുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് അവരാരും വേണ്ട എന്ന് തോന്നില്ല. ഇനി മുതൽ അത് എന്റെ വീടില്ലെന്ന് പറഞ്ഞിട്ടാ ഞാൻ പോകുന്നത്. ആരും ഇല്ലെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചു കാട്ടും. എടതി, നിങ്ങൾക്ക് ആരുണ്ടെന്ന് മാത്രം പറയല്ലേ. ഞങ്ങളില്ലേ, ആ വീടില്ലേ, ഇനി ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. ശരി, നീ കഴിക്ക്. എന്ത് വേണേലും വാങ്ങിക്കോട്ടോ, എന്റെ കയ്യിൽ കാശുണ്ട്. സുഭാഷേട്ടൻ സുധീഷേട്ടനെ എന്റെ കയ്യിലും ആവശ്യത്തിന് കാശെന്ന് വിട്ടത്. എടുത്ത് കഴിക്കാൻ നോക്ക്. അയ്യോ, മതി മതി മതി. എടുത്ത് കഴിക്ക്. ഉം. ഹരീഷേട്ടന. ഉം. ഹലോ ഹരീഷേട്ടാ, ആ എവിടെയാടാ? ഇവിടെ ഉണ്ട്. ഏട്ടത്തെയോ? എന്റെ കൂടെ ഉണ്ട്. ഏയ് നിങ്ങൾ പുറപ്പെട്ടില്ലേ? ഇല്ല, ഇപ്പൊ ഏടത്തിന്റെ വീടിനടുത്ത് ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുക. ഇത് കഴിഞ്ഞ് പുറപ്പെടും. എടാ അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ. അവിടെ പ്രശ്നമല്ലുണ്ടോ ചോദിക്കുന്നു. അയ്യോ, ഒന്നും പറയണ്ട. ഇല്ലേട്ടാ, ഒന്നുമില്ല. ശരി സൂക്ഷിച്ചു. ഓക്കെ, ശരി ഏട്ടാ. എടാ നികേഷേ, ഏട്ടാ, എടാ ഏട്ടത്തിക്ക് ബസ്സിൽ വരണോണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ. ഉണ്ടെങ്കിൽ കാർ ബുക്ക് ചെയ്യാം. ഞാൻ ചോദിക്കാം. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്ക്. ശരി 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 ഏട്ടാ. ശരിടാ. ഏട്ടത്തേക്ക് ബസ്സിൽ വരുന്ന ബുദ്ധിമുട്ടാണെങ്കിലേ ഹരീഷേട്ടൻ കാർ ബുക്ക് ചെയ്യാം. അയ്യോ, അതൊന്നും വേണ്ട. നമുക്ക് ബസ് തന്നെ മതി. ആ. നിന്റെ ചേട്ടൻ തന്നെയാ. ഹരീഷേട്ടനോ? അല്ല, സുധീഷ്. ഇതെന്തായാലും മാണു വരെ വിളിക്കുന്നത്. അറ്റൻഡേ. ഹലോ. പുറപ്പെട്ടോ? എവിടെ എത്തി? എവിടെ എത്തിയില്ല. ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുക. അപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങിയല്ലേ? ഓ, നേരെ ഇനി തിരുവനന്തപുരത്തേക്ക് തന്നെയല്ലേ? വേറെ എവിടെ പോവാനോ? ശരി ശരി. അല്ല, സർട്ടിഫിക്കറ്റ്സ് കിട്ടിയായിരുന്നു? ഇല്ല, തന്നില്ല. തന്നില്ലേ? അതൊന്നുമില്ലേ? അത് വീട്ടിലെത്തിയിട്ട് പറയാം. അല്ല, വേറെന്തെങ്കിലും പ്രശ്നം എന്തെങ്കിലും ഉണ്ടായോ? അത് അവരെന്നോട് തിരിച്ചു പോകണ്ടെന്ന് പറഞ്ഞു. അത് ഞാൻ ഊഹിച്ചു. എനിക്കറിയായിരുന്നു അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന്. ഞാൻ പറ്റില്ലെന്ന് പറഞ്ഞു. നന്നായി. ബാക്കിയെല്ലാം അവിടെ വന്നിട്ട് പറയാം. ശരി 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 വെച്ചേക്ക്. പിന്നെ ഒരു മിനിറ്റ്. എന്താ? സൂക്ഷിച്ചു വരണേ. ശരി. സുഭാഷേട്ടാ, സുഭാഷേട്ടാ, കൈ തരാൻ. കയ്യിൽ ചെറിയാടാ. ഒന്ന് സാരമില്ല, നിങ്ങൾ കൈ തന്നേ. ഇനി എന്റെ കൈ പിടിച്ചൊന്ന് കുലുക്കി, എന്നിട്ട് പറ കൺഗ്രാറ്റുലേഷൻസ് എന്ന്. എന്താ കാര്യം? സുഭാഷേട്ടാ, നിധി വീട്ടിൽ നിന്ന് തിരിച്ചു. അവളവിടെ നിൽക്കുന്നില്ലെന്ന്. കൂടുതലേ ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ ആ കുട്ടി തിരിച്ചു വരുന്ന. ഓ, എന്റെ സുഭാഷേട്ടാ, നിങ്ങളുടെ നാമം പൊന്ന. ഒരു സംശയമില്ല. വിട്ടോ നിധി. അവരെ പറ്റി ശരിക്കും മനസ്സിലാക്കാൻ ഒരു അവസരം കിട്ടി. എന്നെ തോൽപ്പിക്കാനല്ലേ അവർ നോക്കിയത്. എങ്ങനെ അവരുടെ മുന്നിൽ ഞാൻ ജയിച്ചു കാണിക്കും. നിങ്ങളോടൊക്കെ എത്ര തവണ പറയണം? രാവിലെ എണ്ണീറ്റ് ഒരാൾ മാത്രം ജോലി ചെയ്യാം, ബാക്കിയുള്ളവർ കിടന്നുറങ്ങാം. ഇനി മുതൽ എല്ലാ ദിവസവും കാലത്ത് നേരത്തെ എഴുന്നേക്കണം. ഹലോ, വായും തലേനെടുക്കാൻ നിങ്ങളുടെ വേലക്കാരി വരുമോ?